ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഗിവ് എവേയുടെ സെക്കൻഡ് എപ്പിസോഡാണ്, രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഗിവ് എവേയെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ലിങ്ക് അവിടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗിവ് എവേയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈസ് 10,000 രൂപയും സെക്കൻഡ് പ്രൈസ് 5,000 രൂപയും തേർഡ് പ്രൈസ് 2,500 രൂപയുമാണ്. അപ്പോൾ അത് കരസ്ഥമാക്കാൻ ആകെ 10 ദിവസത്തെ ഒരു ഗിവ് എവേ മാത്രമാണ്. അപ്പോൾ കരസ്ഥമാക്കേണ്ടവർ വേഗം പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഒന്ന് നോക്കുക, പങ്കെടുക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കേക്ക് തന്നെയാണ്. കേക്കിൽ ഫോണ്ടൻ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. തീം ബേസാണ് കേട്ടോ. മിന്നി മൗസിൻ്റെ തീമിലാണ് ഞാൻ ചെയ്യുന്നത്. കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര പണിയൊന്നുമില്ല ഈ ഒരു തീം ചെയ്യാനായിട്ട്. മിന്നി മൗസ്, മിക്കി മൗസ് ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കേക്ക് ഇവിടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് കോട്ട് ചെയ്യുന്നത് ഫുള്ളായിട്ട് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നില്ല. ആ ഒരു ഡിസൈൻ മാത്രം, ആ ഒരു മിന്നി മൗസിൻ്റെ ആ ഒരു തീം മാത്രമാണ് ഫോണ്ടൻറ്റിൽ ചെയ്യുന്നത്. ബാക്കിയൊന്നും നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ക്രീമിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഫോണ്ടൻറ്റ് മുഴുവനായിട്ട് ഫോണ്ടൻറ്റ് കോട്ട് ചെയ്യുന്ന കേക്കിന് വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിത് കുറച്ച് CMC പൗഡർ എടുത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് പരത്തിയെടുക്കാമെന്ന്, ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കാമെന്ന് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കോൺഫ്ലവർ യൂസ് ചെയ്താലും മതി. അപ്പോൾ അത് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നല്ല കട്ടിയിൽ പരത്തിയെടുക്കുകയൊന്നും വേണ്ട, കുറച്ച് ഒരു കട്ടി കുറഞ്ഞിട്ട് കുറച്ചൊരു കട്ടി വേണമാണോ ആ രീതിയിൽ വേണം അത് പരത്തിയെടുക്കാനായിട്ട്. ഇത് നമ്മുടെ ആ ഒരു മിനി മൗസിൻ്റെ ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഔട്ടർ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നർ പാർട്ടല്ല, ഔട്ടർ പാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നമുക്കൊരു പേപ്പറിൽ കട്ട് ചെയ്ത്, നിങ്ങൾക്ക് ഇതുപോലെ വരക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് ആ പേപ്പർ ഇതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു കട്ടർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഷാർപ്പായിട്ടുള്ള കത്തി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് നമുക്ക് എല്ലാ ഷേപ്പുകളും ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ആ ഒരു ബാക്കി വരുന്ന ആ പാർട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ചെവി ഭാഗം ഉണ്ടല്ലോ, ചെവി ഭാഗം ബ്ലാക്ക് ആയിട്ടാണ് നമ്മുടെ മിനി മൗസിന് വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടും ആ ഒരു ഭാഗം കൊണ്ട് ഏകദേശം ഒരു അളവിൽ നമുക്ക് ചെവിയും ഒന്ന് കട്ട് ചെയ്ത്, രണ്ട് ഭാഗത്തേക്കുള്ള ചെവിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പേപ്പറിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ രണ്ട് ചെവി ഒരേ സൈസിലാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഫേസ്, ആ ഒരു കണ്ണും ആ ഒരു ഭാഗം വരുന്ന ഒരു ഭാഗം ഏകദേശം ഒരു സ്കിൻ കളർ പോലെ നമുക്ക് കിട്ടണം. അപ്പം ഞാനൊരു തുള്ളി യെല്ലോ കളറ് വൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫോണ്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് ആ ഒരു കളറിലാക്കി ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് റെഡ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആ രണ്ട് കളറും ആകുമ്പം ഏകദേശം ഒരു സ്കിന്നിൻ്റെ കളറിലേക്ക് ഇത് മാറുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കൂടി പോവരുത്. വളരെ കുറച്ച് മാത്രം ചേർത്തിട്ട് അത് ഇതുപോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ആ ഒരു കളർ ചേഞ്ച് ആക്കി എടുക്കാം. നമുക്ക് കുറച്ച് കോൺഫ്ലവർ വിതറിയിട്ട് ഇത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. സ്റ്റിക്കിനെസ് കൂടുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവർ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി. പിന്നെ കുറച്ച് CMC പൗഡർ കൂടെ ചേർക്കുന്നത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പരത്തിയെടുക്കുക. നേരത്തെ പരത്തി അതേപോലെ തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ആ ഒരു ഫേസിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഷേപ്പിൽ, മിനി മൗസിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പേപ്പറിലും കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ, ഇതുപോലെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ.
അപ്പോൾ അതാ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെച്ച് നോക്കിയിട്ട് ചേഞ്ച് വരുത്തിയാൽ മതി. എക്സ്ട്രാ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ വെക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കുക. ഇനിയൊരു റെഡ് ബോർ അതുപോലെ തന്നെ റെഡ് ഫോണ്ടൻറ്റിൽ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ വൈറ്റിൽ കളർ ചേർത്തിട്ടാണ്ടോ അതൊക്കെ ചെയ്തെടുക്കുക, റെഡ് ആക്കിയതൊക്കെ. അപ്പോൾ അങ്ങനെ അത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഹെഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. മിന്നി മൗസിൻ്റെ തലയുടെ മേലെയായിട്ട് വരുന്നുണ്ടല്ലോ ഒരു റെഡ് കളറിൽ, അത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കൈ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, നല്ല കളറിൽ കുളിച്ചിട്ടുണ്ട്. കൈയൊക്കെ ആകെ കളറാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലും സൈഡിലൊക്കെ ഞാനൊരു ബ്ലാക്ക് എഡിബിൾ പെന്ന് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് കളറൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പെന്ന് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ഉണ്ടാവുമല്ലോ, ജെൽ കളർ, അതല്ലെങ്കിൽ ജെൽ കളർ അല്ലെങ്കിൽ മറ്റേതായാലും കുഴപ്പമില്ല, പക്ഷേ ജെൽ കളറാണ് നല്ലത്. അതൊന്ന് ബ്രഷിലാക്കിയിട്ട് സൈഡിലൂടെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ആ എഡിബിൾ പെന്ന് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ കണ്ണും അതുപോലെ വായും ഒക്കെ വരച്ചു കൊടുക്കുന്നത്. ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് വരക്കുന്നത് കാണിക്കുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, ഫോണ്ടൻറ്റിൽ ഇതുപോലത്തെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നത്, ഐസ് വരയ്ക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ വരച്ചതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലാക്കിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അതിലാരൊക്കെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ എഡിബിൾ പെൻ ഉണ്ടെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുക്കലാണ്. ഇനി ഇതുപോലെ തന്നെ കൺപീലി വരച്ചു കൊടുക്കുക, അതുപോലെ മൂക്ക് വരച്ചു കൊടുക്കുക, വായ വരച്ചു കൊടുക്കുക. അതൊക്കെ ഇതുപോലെ തന്നെ ഈ ഒരു പെൻ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് കയ്യിലൊട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഫോണ്ടൻറ്റ് പെട്ടെന്ന് അലിഞ്ഞു പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കേക്കിൽ ഇത് അപ്ലൈ ചെയ്ത് വെക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാനോ അല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെയോ തൊട്ട് മുന്നേ ഒന്നും ഇതുണ്ടാക്കി വെക്കരുത്. ഇതൊരു തലേന്ന് ഓവർനൈറ്റൊക്കെ മുമ്പ് തന്നെ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം ഇത് കേക്കിൽ അപ്ലൈ ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ മെൽറ്റായി പോവും. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് സൈഡ് ആ ബ്ലാക്ക് പാർട്ടിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കുറച്ച് കൂടുതലായിട്ട് പുറത്തേക്ക് നിൽക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് സ്റ്റിക്കാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ബ്രഷിലാക്കിയിട്ട് ഇങ്ങനെ ആ ഒരു വെക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മളിത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് സ്റ്റിക്കായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എഡിബിൾ ഗ്ലൂ കിട്ടും, അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്താലും മതി, വെള്ളം ചെയ്താലും മതി. അപ്പോൾ ഞാൻ വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. എവിടെയാണെന്ന് വെക്കുന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തന്നെ ചെവിയും ഒക്കെ ഇതുപോലെ തന്നെ സ്റ്റിക്കാക്കി എടുക്കുക. വെള്ളം വെച്ചിട്ട് തന്നെ സ്റ്റിക്കാക്കി എടുക്കുക. അപ്പോൾ മിന്നി മൗസ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഞാൻ പേരെഴുതാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഫ്ലവർ കട്ടർ ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു വലിയൊരു ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ചെയ്തെടുക്കണം. അതിൻ്റെ ചെറിയ ഫ്ലവറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു പേരെഴുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മേലെ ചെറിയ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ല വെള്ളം വെച്ചിട്ട് അതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റിക്കായി കിട്ടിക്കോളും. എന്നിട്ട് ഇതുപോലെ നെയിം കട്ടർ ഉണ്ടല്ലോ, സ്പെല്ലിംഗ് കട്ടർ വെച്ചിട്ട് ഓരോ ലെറ്ററും കട്ട് ചെയ്തിട്ട് ഓരോ ഫ്ലവറിന്മേലായിട്ട് അങ്ങനെ വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് ഫ്ലവർ ഉണ്ടാക്കുക. അതുപോലെ എന്നിട്ട് ആ ഓരോ ലെറ്ററും അതിൻ്റെ മേലായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കേക്കിൻ്റെ മേലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഒരു 15 മിനിറ്റോ ഒക്കെ മുന്നേ നമുക്ക് കേക്കിൻ്റെ മേലെ വെച്ചാൽ മതിയിട്ടത്. അതിനുശേഷം ഞാൻ ആ ഒരു സ്റ്റിക്കിന്മേൽ വെച്ചിട്ടുള്ള ആ ലെറ്റേഴ്സ്, ഫ്ലവറിന്മേൽ വെച്ചിട്ടുള്ള ലെറ്റേഴ്സും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറേ മുന്നേ തന്നെ ചെയ്ത് വെച്ചാൽ അത് മെൽറ്റായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ആ ഒരു സമയത്ത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓരോന്നും അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഈ ഒരു തീമിൽ ചെയ്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. അതുപോലെ ആൺകുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കി മൗസിൻ്റെ തീമിലും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഫോണ്ടൻറ്റിൽ ചെയ്യുമല്ലോ, ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് സ്ക്രാപ്പർ വെച്ചിട്ട് ഞാൻ സൈഡ് ഇങ്ങനെ ചെരിച്ചിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും വരച്ചു കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊരു കേക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഫുള്ള് ഫോണ്ടൻറ്റിൽ കവർ ചെയ്തിട്ടുള്ളൊരു കേക്കാന്ന് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓരോ കോർണറിലും ഞാൻ ഇതുപോലെ ഗോൾഡൻ ഷുഗർ ബോൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇതുപോലെ തീം കേക്ക് ചെയ്യാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഗിവ് അവേ പങ്കെടുക്കുക, മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്നിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്